ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ഏറെ ആരാധിക്കുന്ന ഗോപിയാശാൻ, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃശ്ശൂരിലെ ഈ കൈപ്പറമ്പ് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് പ്രഥമ ഭൈരവി പുരസ്കാരത്തിനായി എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഇവിടെ ഉള്ള എൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഏറെ സന്തോഷം, കഥകളിയുടെ ആചാര്യനായ ആരാധ്യനായ ഗോപിയാശാൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും, ഒരു ധന്യമായ ഒരു മുഹൂർത്തമായി തന്നെ ഞാനിതിനെ കരുതുന്നു. തൃശ്ശൂരുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് 1ാം സമ്മാനം വാങ്ങിക്കുന്ന തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പം തൃശ്ശൂർ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുള്ള, മറക്കാൻ പറ്റാത്തൊരു ജില്ല തന്നെയാണ്. സാംസ്കാരികത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു വേദിയാണല്ലോ. അപ്പം ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, എനിക്കറിയാം നിങ്ങളാരും എൻ്റെ പ്രസംഗം കേൾക്കാനല്ല വന്നിരിക്കുന്നതെന്ന്, പക്ഷേ ഈ ഒരു ദിവസം ഇവിടെ വരാനും ദേവിയുടെ നേരിൽ വന്ന് ദേവിയുടെ പേരിലുള്ള ഈ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. എല്ലാവർക്കും ദേവിയുടെയും ദേവൻ്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയൊരു ശ്ലോകം പാടി തുടങ്ങാം. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. ഓം നമഃ ശിവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഇന്നിവിടെ എന്നെക്കുറിച്ച് ഒരുപാട് ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ ജീവന് ആദ്യം ഒരു നന്ദി പറയട്ടെ. ജീവൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടെന്ന് പറയുന്നത് എൻ്റെയും കൂടെ മനസ്സ് തന്നെയാണ്. അതെങ്ങനെ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എഴുതിയതുപോലെയാണ് ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു പാട്ട് ജീവനും കൂടെ ഇവിടെ ഉള്ളൊരു സമയത്തൊന്ന് പാടണം എന്ന് തോന്നി. അപ്പോൾ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇദ്ദേഹം പറയുമ്പോഴാണ് രവീന്ദ്ര മാഷിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അതൊക്കെ ഞാൻ ഇത്രയും പാട്ടുകൾ എങ്ങനെ ഓർത്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയം. ഞാൻ പല കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചാൽ പോലും പറയുമ്പോൾ തെറ്റിപ്പോവും. പിന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു വലിയൊരു നമസ്കാരം എന്താ പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഗുരുവായൂരെത്തുന്നതിഷ്ടം, കണ്ണനെ കാണുന്നതേറെ ഇഷ്ടം. ഗുരുവായൂരെത്തുന്നതിഷ്ടം, കണ്ണനെ കാണുന്നതേറെ ഇഷ്ടം. കണ്ണനെ കണ്ടിട്ട് കണ്ണിറയെ തൊഴുതിട്ട് കണ്ണു നിറയുന്നതിൻ്റെ ഇഷ്ടം. കാർവർണ്ണനെ കാണുന്നതെന്നും ഇഷ്ടം. ഗുരുവായൂരെത്തുന്നതിഷ്ടം. പീതാംബരപ്പട്ടിൻ ചന്തമിഷ്ടം. ദിവ്യകളഭത്തിൻ നവ്യസുഗന്ധമിഷ്ടം. പീതാംബരപ്പട്ടിൻ ചന്തമിഷ്ടം. ദിവ്യകളഭത്തിൻ നവ്യസുഗന്ധമിഷ്ടം. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി ഇഷ്ടം. തൃക്ക
കൈവെണ്ണതൻ സ്വാദുമിഷ്ടം, കദളിപ്പഴത്താൽ തുലാഭാരം തൂക്കുന്ന മറുതട്ടിലുന്നിരിക്കാനുമിഷ്ടം, പാൽ പായസനേദ്യത്തിൻ മധുരമിഷ്ടം, ഗുരുവായൂരെത്തുന്നതിഷ്ടം. നിൻമിനിയുണ്ണിക്കഥകളിഷ്ടം, പ്രിയ കേശവനാനതൻ ചരിതമിഷ്ടം. നിൻമിനിയുണ്ണിക്കഥകളിഷ്ടം, പ്രിയ കേശവനാനതൻ ചരിതമിഷ്ടം, കൃഷ്ണാട്ടമിഷ്ടം, സപ്താഹമിഷ്ടം, ചെമ്പൈ സംഗീതമേളമിഷ്ടം, ഇരവിലും പകലിലും ഊണിലും ഉറക്കിലും കണ്ണനെ കാണുന്ന ജാലമിഷ്ടം, മായ കണ്ണനെ കാണുന്ന ഭാഗ്യമിഷ്ടം, ഗുരുവായൂരെത്തുന്നതിഷ്ടം. കണ്ണനെ കാണുന്നതേറെ ഇഷ്ടം, കണ്ണനെ കണ്ടിട്ട് കണ്ണിറയെ തൊഴുതിട്ട് കണ്ണു നിറയുന്നതിൻ്റെ ഇഷ്ടം, കാർവർണ്ണനെ കാണുന്നതെന്നും ഇഷ്ടം. ഒരിക്കൽ കൂടി ഗോപിയാശാന് എൻ്റെ നമസ്കാരം പ്രണാമം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. മതിയോ? താങ്ക് യു.